സോണി പിക്ചേഴ്സിന്റെ സ്പൈഡർമാൻ ദ ബ്രാൻഡ് ന്യൂ ഡേ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അവരുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 27 മില്യൺ വ്യൂസ് ആ വീഡിയോ കവർ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് ബ്രാൻഡ് ന്യൂ ഡേ ട്രെയിലറിനെ കുറിച്ച് സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ടീസറും ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് ട്രെയിലറും കൂടി കൂട്ടി വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. സ്പൈഡർമാൻ മ്യൂട്ടേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മ്യൂട്ടേറ്റഡ് ആയി മാൻ സ്പൈഡർ ആവും എന്നൊക്കെ പല റൂമേഴ്സും ഓൺലൈനിൽ കണ്ടു. ആൻഡ് റീസെന്റ് ഇറങ്ങിയ സ്പൈഡർ നോയർ സീരീസിനകത്ത് മാൻ സ്പൈഡറിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ട്രെയിലറിൽ കണ്ടൊരു എക്സൈറ്റിംഗ് പാർട്ടാണ് സ്പൈഡർമാന് ഓർഗാനിക് വെബ് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ മ്യൂട്ടേഷന്റെ ഭാഗമായിട്ടായിരിക്കാം സ്പൈഡർമാൻ ഓർഗാനിക് വെബ് കിട്ടുന്നത്. ആൻഡ് ട്രെയിലറിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട് സ്പൈഡർമാൻ സ്വിങ് ചെയ്ത് പോകുമ്പോൾ അൺബാലൻസ്ഡ് ആയിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് ഒരു വാട്ടർ ടാങ്കിന്റെ മേലെ പോയി ഇടിക്കുന്നതായിട്ടും പക്ഷികളുടെ മേലെ പോയി ഇടിക്കുന്നതായിട്ടും എന്തിന് ട്രെയിലറിൽ കാണിക്കുന്ന ഫസ്റ്റ് സീൻ സ്കോർപിയോ ആയിട്ടുള്ള ഫൈറ്റ് സീൻ. ആ സീനിലേക്ക് എൻട്രി പോലും അവിടെയുള്ള ബോർഡുകളൊക്കെ തട്ടിത്തെറിച്ച് വീഴുന്നത് പോലെയായിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് സീനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. സ്കോർപിയനായിട്ടുള്ള ഫൈറ്റ്. ഈ സ്കോർപിയനെ സ്പൈഡർമാൻ ഹോം കമ്മിങ് മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. ആ സിനിമയ്ക്കകത്ത് സ്കോർപിയൻ ജയിലിലായിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ സ്കോർപിയനെ സൂട്ടൊക്കെ കിട്ടി ഒരു ഫൈറ്റ് സീനായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കോർപിയൻ അല്ലാതെ ഇതിൽ വേറെയും കുറെ വില്ലന്മാരുള്ളതായിട്ട് നമുക്ക് സ്നീക്ക് പീക്ക് കിട്ടിയിട്ടുണ്ട്. ടീസറിലും ട്രെയിലറിലും കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഒരുപാട് നിഞ്ചാസിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ ബുമറാങ്ങിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ട്രെയിലറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നോവേ ഹോം സിനിമയുടെ പ്ലോട്ട് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 4 ഇയർ അല്ലെങ്കിൽ 4 വർഷം ആവുമ്പോഴാണ് ഈ ബ്രാൻഡ് ഡേ മൂവിയുടെ പ്ലോട്ട് നടക്കുന്നത്. ഈ ട്രെയിലറിന്റെ സെക്കൻഡ് സീനിനകത്ത് നെറ്റിന്റെ ഒരു വ്ളോഗ് പീറ്റർ പാർക്കർ ഇരുന്ന് കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് നെറ്റ് പറയുന്നുണ്ട് എക്സൈറ്റഡ് ഫോർ ഫൈനൽ സെമസ്റ്റർ ഇൻ MIT. ആൻഡ് നോവേ ഹോമിന്റെ സമയത്ത് പീറ്റർ പാർക്കറും ഫ്രണ്ട്സും ഹൈസ്കൂൾ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവരന്ന് ഒരു ബാച്ചിലർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നതായിട്ടാണ് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പം അതിന്റെ ഫൈനൽ സെമസ്റ്ററിലാണ് നെറ്റും MJയും ഉള്ളത്. സോ അത് നമുക്ക് അതുകൂടെ നോവേ ഹോം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞ് നടക്കുന്ന പ്ലോട്ടാണ്. പിന്നെ ഇതില് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ OG ഹൾക്കിനെ മാർവൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറെ സിനിമകളിലായിട്ട് പ്രൊഫസർ ഹൾക്കായിട്ടും താനസിനോട് അടി വാങ്ങി പോയതിനു ശേഷം ഹൾക്ക് പ്രോപ്പറായി പുറത്തു വന്നിട്ട് പോലുമില്ല. സോ ആ OG ഹൾക്കിനെ കൊണ്ടുവരുന്നു ഈ സിനിമയിൽ എന്ന് മാത്രമല്ല ഹൾക്കും അതേപോലെ സ്പൈഡർമാൻ തമ്മിലുള്ള ഫൈറ്റ് സീൻ. എന്റെ അഭിപ്രായത്തിൽ ആ ഫൈറ്റ് സീനിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. പിന്നെ ഇതൊരു സ്പൈഡർമാൻ മൂവി ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഹൾക്ക് തോൽക്കാനാണ് ചാൻസ്. എന്നാലും ആ ഒരു ഫൈറ്റ് സീൻ വർത്തായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ട്രെയിലറിന്റെ അകത്ത് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് സ്പൈഡർമാൻ ഹൾക്കിനെ കാണുമ്പോൾ പറയുന്നുണ്ട് ഐ ഡിഡ് നോ യു ആർ ദിസ് മച്ച് ബിഗ്. അതായത് മുമ്പത്തെ സിനിമകളിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്പൈഡർമാൻ ഹൾക്കിനെ മീറ്റ് ചെയ്തിട്ടില്ല. സ്പൈഡർമാൻ പ്രൊഫസർ ഹൾക്കിനെയാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. ടോണിയുടെ ഫ്യൂണറിന്റെ സമയത്തും അതേപോലെ എൻഡ് ഗെയിമിന്റെ ഫൈറ്റ് ടൈമിലായിരിക്കും. പ്രൊഫസർ ഹൾക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ OG ഹൾക്ക് നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്, വലുതാണ് കുറച്ചും കൂടെ. ആ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഡയലോഗില്. ഒന്നിലധികം വില്ലന്മാരുണ്ടെങ്കിൽ കൂടി ഈ സിനിമയിലെ മെയിൻ വില്ലൻ ആരാണെന്ന് ചെറിയൊരു ഹിന്റ് തരുന്നുണ്ട്. ഈ ട്രെയിലറിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഒരു വേവ് പോലെ ഒരു ഐലാൻഡിൽ നിന്ന് വേവ് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ വേവ് ആളുകളെ ഹിറ്റ് ചെയ്ത് പോകുമ്പോൾ ആളുകളെല്ലാം സ്റ്റക്ക് ആവുന്ന പോലെ കാണിക്കുന്നുണ്ട്. ആൻഡ് റൂമേഴ്സ് ഇന്റർനെറ്റിൽ കണ്ട റൂമേഴ്സ് പ്രകാരം ജീൻ ഗ്രേ ആണ് ഇതിലെ വില്ലൻ എന്നാണ് പറയപ്പെടുന്നത്. 2 മാസം മുമ്പ് ഇറങ്ങിയ ടീസറിനകത്ത് ഒരു ടാങ്ക് വന്ന ഒരു ബിൽഡിങ്ങിൽ ഇടിച്ച് എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നുണ്ട്. ആ സെയിം ടാങ്ക് ഈ ട്രെയിലറിന്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല 2 മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ടീസറിനകത്ത് കാണിച്ചിരുന്ന ടാങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊരു ഓൾഡ് ലേഡിയാണുള്ളത്. ആ ഓൾഡ് ലേഡിയിൽ നിന്ന് ഒരു കോൺഷ്യസ്നെസ് ഒരു പോലീസുകാരന്റെ മേലേക്ക് കയറുന്നു. പിന്നെ അത് പോലീസുകാരന്റെ മേലെ നിന്ന് വേറെ ആളിലേക്ക് കയറി പോകുന്നു. അങ്ങനെ കോൺഷ്യസ്നെസ് ആളുകളിൽ നിന്ന് കൈമാറി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇന്റർനെറ്റിലെ കാണുന്ന റൂമേഴ്സ് മോസ്റ്റ്ലി 90% ശരിയാവാനാണ് ചാൻസ്. ജീൻ ഗ്രേ തന്നെയായിരിക്കും ഇതിലെ മെയിൻ വില്ലൻ. ടെലിപ്പാത്തായ ജീൻ ഗ്രേനെ എങ്ങനെ സ്പൈഡർമാൻ ഡിഫീറ്റ് ചെയ്യുന്നുള്ളതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ്. അറിയില്ല അതെങ്ങനെ അവര് ഫുൾ ഓഫ് ചെയ്യുന്നത്. എക്സൈറ്റഡ് ആണ് അതൊക്കെ തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്റർനെറ്റിൽ കണ്ട റൂമറാണ് സ്പൈഡർമാൻ വെനമായി മാറും. എൻഡ് ഗെയിമിന്റെ ലാസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീനകത്ത് വെനത്തിന്റെ ഒരു ഡ്രോപ്പ് ഈ യൂണിവേഴ്സിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. സോ ആ വെനം സ്പൈഡർമാന്റെ ബോഡിയിൽ കയറും എന്നൊക്കെ റൂമേഴ്സ് കണ്ടു. അതുപോലെ തന്നെ വേറെ റൂമേഴ്സ് ആയിട്ട് കണ്ടത് സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർ-വേഴ്സിനകത്തുള്ള മൈൽസ് മൊറാൽസിനെ ഈ സ്പൈഡർമാൻ യൂണിവേഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ലൈവ് ആക്ഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ റൂമേഴ്സ് കണ്ടു. അതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. മാക്സിമം സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മാർവൽ അവരുടെ സീക്രട്ട് വാറിന് വേണ്ടിയുള്ള സെറ്റപ്പ് ആണല്ലോ ഈ മൂവികളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒബ്വിയസ്ലി മൈൽസ് മൊറാൽസ് ഒക്കെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയൊരു ക്യാരക്ടറാണ് ഫ്രാങ്ക് കാസിൽ അഥവാ പണിഷറിന്റെ ക്യാരക്ടർ. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
പണിഷറിനെ പോലെ ഒരു റേറ്റഡ് ക്യാരക്ടറിനെ എങ്ങനെ സ്പൈഡർമാൻ പോലെ ഒരു മൂവിയിൽ പ്ലേസ് ചെയ്യുന്നുള്ളത് കാണാൻ ഒരു താല്പര്യമുണ്ട്. ഈ ട്രെയിലറിന്റെ അകത്ത് പണിഷർ ബാഡ് വേർഡ് പറയാൻ പോകുമ്പോഴത്തേനും സ്പൈഡർമാൻ വായ വെബ് വെച്ച് അടയ്ക്കുന്നുണ്ട്. സോ എക്സൈറ്റഡ് ആണ്. ടോട്ടൽ ഓവറോൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്രയും ക്യാരക്ടർ പാക്ഡ് ആയ ഒരു മൂവി, ഇതിനെല്ലാം പുറമെ ഇന്റർനെറ്റിൽ ഇരിക്കുന്ന റൂമേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ. പിന്നെ ഒബ്വിയസ്ലി സ്പൈഡർമാൻ മൂവി ഇതുവരെ ഡിസപ്പോയിന്റഡ് ചെയ്തിട്ടില്ല. ആളുകൾക്ക് പല അഭിപ്രായങ്ങളുണ്ട് പല സ്പൈഡർമാനെ കുറിച്ചും. ഓരോരുത്തർക്ക് ഓരോ ഫേവറേറ്റ്സ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ സ്പൈഡർമാനും ഇഷ്ടമാണ്. എല്ലാ സ്പൈഡർമാൻ മൂവീസും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്.